ഗുഡ് മോർണിംഗ്. സമയം 7:15. സാധാരണ ഈ നേരത്തൊന്നും എഴുന്നേക്കാറില്ല. ഇവിടെ ഈ സമയത്തൊക്കെ വാ പിടിച്ച് പിന്നെ കിടന്നുറങ്ങും. ഒരു 9 മണി ആ സമയത്തൊക്കെ ഞാൻ എഴുന്നേറ്റ് പല്ലിച്ച് എൻ്റെ കുളിയൊക്കെ കഴിയുമ്പോഴേക്കും വന്നാൽ ഇവിടെ അപ്പോഴേക്ക് എഴുന്നേറ്റ് വന്ന് പിന്നെ കുറേ നേരം ഉമ്മത്ത് കിടക്കും. പിന്നെയാണ് ഇവളുടെ കാര്യങ്ങളൊക്കെ. ഇന്ന് എനിക്കറിയില്ല ഇതിന് എന്ത് പറ്റി ഇത് എഴുന്നേറ്റ് കിടക്കാൻ. ഇതെന്തായാലും ഇവിടെ ശരിയൊന്നുമില്ല. പ്രഭാതം. പക്ഷെ ഇന്നിങ്ങനെയാണെങ്കിൽ നാളെ ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ. പിന്നെ എന്ത് പാല് വെച്ചിട്ടുണ്ട്. സാധാരണ അപ്പച്ച നേരത്തെ നിന്ന് അപ്പച്ച എണീറ്റിട്ടില്ലെന്ന് ഞങ്ങളാണ് നേരത്തെ എണീറ്റത്. അപ്പച്ചൻ എണീറ്റു. എനിക്ക് ഇവർ പറഞ്ഞ കുറേ ഒന്നും മനസ്സിലാവാറില്ല. ഞാൻ കുറേ ഇങ്ങനെ ശ്രദ്ധിച്ചാലേ വീണ്ടും വീണ്ടും ചോദിച്ചാലേ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെയൊക്കെയാണ്. അല്ല അതേ ഉള്ളു പിന്നെ കൊച്ചിൻ്റെ ഉള്ളു. വാഷിംഗ് മെഷീൻ ഉണ്ട്, എന്നാലും അമ്മയ്ക്ക് കല്ല് മലക്കിയാൽ സമാധാനമുള്ളൂ. ഞാൻ എൻ്റെ തുണിയൊക്കെ മെഷീനിലിട്ടുണ്ട്. 79 മിനിറ്റ്. ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്കിത് കഴിയുമ്പോൾ ഒന്നെടുത്താൽ മതി. നീ കുടിച്ചോ? വേഗം കുടിച്ചിട്ട് പോയാ അമ്മക്ക് ചൂടോടെ ചായ വേണ? ആ ഓണാക്കി. ആ അപ്പത്തെ പല്ലേക്കണില്ലേ? പല്ലേച്ചാ ഉപ്പുമാവുണ്ട്. ഉപ്പുമാവാണ് ബ്രേക്ക്ഫാസ്റ്റ്. ചായ. ചൂന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഇവിടെ കുറുമ്പ് വരും കിച്ചും ഇങ്ങോട്ട് ബാ. പതുക്കെ തന്നാൽ മതി. സമയം ഇപ്പോൾ 10:30 അമ്മ 8 മണിയായപ്പോൾ പോയി. 8:30 ഞങ്ങൾ രണ്ടും കിടന്നുറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ എണീറ്റ് തുണി നമ്മൾ അലക്കാട്ട് തുണി ഞാൻ വിരിച്ചിട്ടുണ്ട്. അവൾ എന്ന് രാവിലെ എണീക്കുമ്പോൾ പുറത്തൊക്കെ പോകാറുണ്ട്. ഇങ്ങനെ ചുമ്മാ നടക്കാറുണ്ട്. ഇവിടെ കൊണ്ട് ഇട്ട് നമുക്കുള്ള പുറത്തേക്ക് ഉണ്ട്. അവളുടെ കുളി കഴിഞ്ഞു.
ഇനി ഞങ്ങൾക്ക് മരുന്ന് കൊടുക്കണം, പിന്നെ ഉപ്പൊക്കെ ഇടിച്ച് കൊടുക്കണം. ഇതൊന്നും കുത്തി കൊടുക്കാറില്ല, കാരണം ചേട്ടയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് വേറെ നമ്മൾ ചെയ്ത് കൊടുക്കാറില്ല. ഇനി എനിക്ക് കുളിക്കണം, നമുക്ക് പാൽ കൊടുക്കണം. നമ്മൾ ചിലപ്പോഴേ ഉറങ്ങുള്ളൂ, ചിലപ്പോൾ ഇങ്ങനെ കളിച്ച് കിടക്കും. കരച്ചിലും ബഹളമൊന്നുമില്ല കേട്ടോ, നമ്മളിങ്ങനെ കിടന്നോളും. ഞാൻ അവിടെ ഞാൻ ഇവിടെയാണ് കിടത്തുന്നത്. ഞാൻ ഇങ്ങനെ കിടത്തിയെങ്കിലും പിന്നെ വീണ്ടും അവൾ തന്നെ എടുത്തു. ഞാൻ കുളിക്കാനായിട്ട് പോവാണ്. അപ്പം എൻ്റെ ഒക്കെയുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ചൂടുവെള്ളം കൊണ്ടുവയ്ക്കണം. അവളെന്നെ ഉറക്കി എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് കുളിക്കണം. വാതിൽ ഞാൻ ലോക്ക് ചെയ്യാൻ പോകണം. നമ്മളിവിടെ കിടക്കണ കൊണ്ടൊരു പേടി. എനിക്ക് ചൂടുവെള്ളം കൊണ്ടുവയ്ക്കണം, പിന്നെ കുളിക്കണം. കുളി കഴിഞ്ഞ് ഇനി കുറച്ച് തുണി വെച്ചതാണ്. അവളോട് കഴിഞ്ഞാൽ അവൾ കണ്ണറിഞ്ഞിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിക്കും. തുണി വെച്ചിട്ടുണ്ട്. അമ്മ വരാറായിട്ടുണ്ട്. വൈകുന്നേരം അപ്പച്ച ഇവിടെ സബ്വേ കളിച്ചുകൊണ്ടിരിക്കട്ടെ. സൗണ്ട് കേൾക്കാൻ കളിക്കുന്നത്. അമ്മ വരുന്നതിന് മുമ്പ് ഞാൻ ചായ വെച്ച് വയ്ക്കും. ചിലപ്പോൾ അമ്മ വരുമ്പോൾ പാല് കൊണ്ടുവരും. പാല് രാവിലെ വാങ്ങിക്കും. അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ പാൽ ഇന്ന് രാവിലെ തന്നെ തീർത്തു. വൈകുന്നേരത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കട്ട വയ്ക്കും. ചിലപ്പോൾ അമ്മ വരുമ്പോൾ പാല് കൊണ്ടുവരും. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഈ സമയത്ത് ഞാൻ അടുപ്പിൽ തീ കൂട്ടി വയ്ക്കും. ഓൾറെഡി വെള്ളം വെച്ചിട്ടുണ്ട്. ഈ അടുപ്പിൽ തീ കൂടെ കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് അത് അത്ര എളുപ്പമായിരിക്കും. അമ്മ വന്നിട്ട് അമ്മ ചോറ് തിളപ്പിച്ച് കൂട്ടും. ഞാൻ തീയും കൂടെ കത്തിച്ച് വയ്ക്കും. അങ്ങനെ അമ്മ ചായ എടുക്കുന്നുണ്ട്. ഞങ്ങൾ അവളുടെ മാമ ടീച്ചറുടെ ഫോട്ടോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ വന്നപ്പോൾ തന്നെ 6:30 കേട്ടോ. പക്ഷെ അമ്മ വന്നിട്ടാണ് സാധാരണ ചായ രാത്രി ഒരു 7-8 മണിയാകുമ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങും. കാരണം ആ സമയത്താണ് വീട്ടുകാർ ഭക്ഷണം കഴിച്ചത്, അങ്ങനെ ശീലമായി. പക്ഷെ ഇവിടെ ഇവർ 9, 9:30, 10 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കുന്നു. അപ്പം ഞാൻ മാത്രം ഈ സമയമാകുമ്പോൾ ഫുഡ് കഴിക്കും. വിളിക്കാതെ ഒരു നേരം കൂടി ഇരിക്കാൻ പറ്റാത്ത അല്ലേ? ശരിക്കും അങ്ങനെ കേട്ടോ. ഇങ്ങനത്തെ ഒരാളെ കിട്ടണമെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും സുഹൃത്തും ചെയ്യണം. വിളിക്കുന്നുണ്ട്. ഞങ്ങൾ വർത്താനം പറയാൻ പോവാണ്. ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞ് ഉറങ്ങുള്ളൂ. കളിക്കാൻ പോവാണ്. ഗുഡ് നൈറ്റ്, ടാറ്റാ. ഈ ലൈറ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട്
ഇങ്ങോട്ട് ബെഡിൻ്റെ അവിടേക്ക് അധികം വെട്ടം വരില്ല, ഒരു കുത്തുന്ന വെട്ടം വരില്ല. ഇവിടെ ഇതിങ്ങനെ ഒരു സാധനമാണ് വെച്ചുള്ളത്. നമുക്ക് പഠിക്കാനോ എമർജൻസി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും. എമർജൻസി അല്ല, ഈ പഠിക്കുന്ന സമയത്തൊക്കെ വേറെ ആരും ശല്യപ്പെടുത്താതെ ബുക്കിലേക്ക് വെട്ടം വന്നിട്ട് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും വയ്ക്കാൻ പറ്റും. വളച്ച് പൊടിച്ചും തിരിച്ചൊക്കെ വയ്ക്കാം. അപ്പോൾ അതാ അവൾ ഉറങ്ങാനായിട്ട് കിടന്നു. രാത്രിയും പാമ്പർ ഇട്ട് കൊടുക്കും. കാരണം പാമ്പർ ഇട്ട് കഴിയുമ്പോൾ അവൾ എത്ര മൂത്രമൊഴിച്ചാലും പിന്നെ കിടന്നോളും, ശല്യമൊന്നുമില്ല. അതല്ല തുണിയാണെങ്കിൽ അവൾ ഓരോ മൂത്രമൊഴിക്കൽ കഴിയുമ്പോൾ അവൾ എഴുന്നേൽക്കും. പിന്നെ എഴുന്നേറ്റ് കിടക്കും. നനയുന്ന കാരണം നമ്മൾ മാറ്റാതെ അവൾ കിടന്നുറങ്ങില്ല. ഇതാകുമ്പോൾ അവൾ മൂത്രമൊഴിച്ചാലും അവൾ എഴുന്നേൽക്കില്ല, അവൾ ഉറങ്ങിക്കോളും. സോ ഉറങ്ങാൻ സമയമായി, ഞങ്ങളെ ഉറങ്ങാൻ പോവാണ് അല്ലേ.